പ്രിയമുള്ളവരെ നമസ്കാരം. ഞാൻ ഡോക്ടർ ഹരീഷ് ശമ്പക്കര. പ്രാക്ടിക്കൽ മാർഷൽ ആർട്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. നമ്മൾ ആർട്ടും ഡിഫൻസും തമ്മിലുള്ള വ്യത്യാസമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ മസിൽ മെമ്മറി. നിങ്ങൾ എന്താണോ പ്രാക്ടീസ് ചെയ്ത് അകത്ത് വെക്കുന്നത് അതായിരിക്കും സമയത്ത് വരിക. മിസ്റ്റേക്കായിട്ട് ഒരു കാര്യം നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ അത് സമയത്ത് അപകടകരമായ രീതിയിൽ നിങ്ങളെ സ്വാധീനിക്കും. എങ്ങനെയൊക്കെയാണ് സ്വാധീനിക്കുന്നതാണ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോയിൽ പറഞ്ഞത്. അതിൻ്റെ ബാക്കി ഭാഗമായിരിക്കും ഇന്നത്തെ വീഡിയോയിൽ വരിക. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ ആർട്ട് എന്നുള്ള രീതിയിൽ പഠിച്ചു വെക്കുന്നത് പലതും അതും മസിൽ മെമ്മറിയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതും യഥാർത്ഥത്തിലുള്ള സിറ്റുവേഷനുമായി തട്ടിച്ച് നോക്കുമ്പോൾ ഒരു ബന്ധവും ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. അവിടെ നമുക്ക് പലതരത്തിലുള്ള അപകടങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് സെൽഫ് ഡിഫെൻസ് എന്ന് പറയുന്നത് ഒരു ഉത്തരവാദിത്വമാണെന്നും മാർഷൽ ആർട്ട് എന്ന് പറയുന്നത് ഒരു കലയാണെന്നും വേർതിരിച്ചറിയാനുള്ള നല്ല മനസ്സ് ഉണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ അതിൽ വരുന്ന അപകടങ്ങളും പ്രശ്നങ്ങളും അതുപോലെ ട്രെയിനിങ് മെത്തേഡുകളും, അതായത് വലിഞ്ഞമർന്ന് നമ്മൾ ഒരുപാട് ആഴത്തിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ, ഒരുപാട് ഡീപ്പ് സ്റ്റാൻസിലൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ മനസ്സിൽ കിടക്കുന്ന അതാണെങ്കിൽ അമർച്ച കൂടുതലായിരിക്കും. അമർച്ച കൂടുമ്പോൾ അടി കിട്ടാനുള്ള സാധ്യതകൾ കൂടുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഒരു റിയൽ സിറ്റുവേഷൻ നമ്മൾ എങ്ങനെ ആയിരിക്കും? നോർമലി നിൽക്കുന്ന പോലെ നിൽക്കുകയായിരിക്കും ചെയ്യുന്നത്. അവിടെ നിന്നാണ് എല്ലാം പ്രാക്ടീസ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാക്ടീസുകളെല്ലാം മസിൽ മെമ്മറിയിലേക്ക് മാറും എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് എല്ലാം തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. നേരെ വീഡിയോയിലേക്ക്. ഇതാണ് നമ്മൾ ഈ പറയുന്ന മാർഷൽ ആർട്ടിൽ നമ്മൾ ചെയ്യണത്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് മസിൽ മെമ്മറിയിലേക്ക് കൃത്യമായി മാറ്റപ്പെടും. മസിൽ മെമ്മറി മാറ്റപ്പെട്ട് കഴിഞ്ഞാൽ ഈ പ്രതീക്ഷയിലായിരിക്കും മൈൻഡ് നിൽക്കുക. ക്ലിയർ? അപ്പം അങ്ങനെ ആ പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഒന്ന് വന്നാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. കണ്ടില്ലേ വ്യത്യാസം? ആദ്യം പഠിച്ചിട്ട് ഒരു കാര്യമല്ല ഡിഫെൻസിൽ വരുമ്പോൾ സംഭവിക്കുന്നത്. നമ്മൾ മസിൽ മെമ്മറി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കൈ കടിച്ച് തട്ടിയാൽ അടുത്ത കൈക്ക് ചെയ്യാമെന്ന് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതേ പറയുള്ളൂ. ഇവിടെ സംഭവിച്ചു നോക്കിയേ, എത്ര അപകടകരമാണെന്ന് നോക്കിയേ. അത് ആ മർമ്മ പോയിന്റിലേക്കും കൂടെ ആണെങ്കിൽ വേറെ ചിന്തിക്കേണ്ട കാര്യമില്ല, അല്ലേ? ഇതിൻ്റെ അപകട വശങ്ങൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഇപ്പം നമ്മൾ പറഞ്ഞ മാർഷൽ ആർട്ടും ഡിഫെൻസും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, ഡിഫെൻസിൽ വരുമ്പോൾ തോട്ട് പ്രോസസ്സ് വേറെയാണ്. എക്സാമ്പിൾ, ഒരടി അടിച്ചു, ഇങ്ങനെ ബ്ലോക്കണമെന്ന് പോലും ഇല്ല, ബ്ലോക്ക് ചെയ്യണമെന്നേ ഇല്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? ഇപ്പോൾ ഒരടി അവിടെ നിന്ന് വരുന്നുണ്ടോ, നമ്മൾ ഇവിടെ ഒരു ഷീറ്റ് കൊടുത്താൽ മതിയുണ്ട്. അതായത് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഏതൊരു മാർഷൽ ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചും പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഫോൾട്ട് എന്ന് ഞാൻ പറയുന്നത്, ആ ഫോൾട്ട് എന്ന് പറയുന്നത് ഒരാൾ അടിച്ചാൽ, ഒരാൾ ഇടിച്ചാൽ, ഒരാൾ കിക്ക് ചെയ്താൽ ബ്ലോക്ക് ചെയ്യണം. അത് തന്നെ മനസ്സിൽ നിന്ന് വിടുക. അപ്പോൾ ഇവിടെ നിന്ന് ഒരെണ്ണം വരുമ്പോൾ കൊണ്ടോ അവിടെ വരുമ്പോൾ നമ്മളത് തൊടേണ്ട കാര്യമേ ഇല്ല. നേരെ കയറുക, അടി ഇങ്ങോട്ടാണ് വരിക, നമ്മൾ ഇങ്ങോട്ട് നീങ്ങും, അപ്പോൾ അടി കൊള്ളൂല്ല. അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ കൃത്യമായിട്ട് കിട്ടും. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണത് ചെയ്യാനായിട്ട്. ഇനി രണ്ടാമതൊരു കാര്യം, നമ്മൾ ബ്ലോക്ക് ചെയ്യുകയാണെന്ന് കൂട്ടിയാട്ടെ, അടിച്ചു, നമ്മൾ ബ്ലോക്ക് ചെയ്താൽ നമ്മുടെ മനസ്സിൽ നോർമലി ഒരു ആർട്ട് ചെയ്യുന്ന ഒരാളിൽ അടുത്ത അടി വരും. അപ്പോൾ നമ്മൾ ഇങ്ങനെ കയറി ബ്ലോക്ക് ചെയ്യും. എന്നാൽ ഡിഫെൻസ് നിങ്ങൾ മറ്റൊരു തരത്തിൽ ചിന്തിക്കുക. അതായത് അടിച്ച് ഈ ബ്ലോക്ക് ചെയ്ത കൈ ഇവിടെ ഇരിപ്പുണ്ട്, ഇവിടെ ഇരിപ്പുണ്ട്. ഏറ്റവും അടുത്ത ഏരിയ നോക്കുക. ഏറ്റവും അടുത്ത ഏരിയ എവിടെയൊക്കെ വരാം? 1 ഇത് വരാം, 2 ഇത് വരാം, അല്ലേ? ഏറ്റവും അടുത്ത ഏരിയ 1, 2 ഉണ്ടാവും. ഇതെല്ലാം ഡേഞ്ചർ ഏരിയാസ് ആണ്. അപ്പോൾ അവിടുന്ന് ഒരു അടി വരുന്ന സമയത്ത് എന്താ, ഇവിടെ തീർന്നു കഴിഞ്ഞാൽ പിന്നെ ഈ അടി ഇങ്ങോട്ട് വരത്തില്ല, റൈറ്റ്? അപ്പം നമുക്ക് ഇവിടെ കണ്ടു, ഇവിടെ ഓപ്പൺ ആയി. അപ്പോൾ ഇത് നമ്മൾ റിസർവിൽ വെച്ചിരിക്കുകയാണ്. ആ റിസർവിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇടിക്കാൻ പറ്റും. അപ്പോൾ അത് ഇങ്ങോട്ട് വരില്ല. ഇനി അഥവാ അതൊന്ന് വന്നാൽ തന്നെ അടിച്ച് ഇത് കണ്ട നമ്മുടെ ഈ കയ്യിൽ ഇത് നിൽക്കണം, ഈസി ആയിട്ട് നിൽക്കണം. അപ്പോൾ ആളുടെ ബോഡിയുടെ സ്ട്രക്ചർ നോക്കി മൊത്തം തിരിഞ്ഞിട്ടുണ്ട്. ക്ലിയർ അല്ലേ? മൊത്തം തിരിഞ്ഞാൽ നിൽക്കണേ. നമുക്ക് വളരെ എളുപ്പമാണ്. എനിക്കിപ്പോൾ ഈ കൈ വരുമ്പോൾ അടുത്ത ചിന്ത വരേണ്ടത് നീർന്നിരിക്കുന്ന കൈയാണ്, നമുക്ക് ഒടിക്കാൻ കഴിയും. കണ്ടോ? ഒടിക്കാൻ കഴിയുമ്പോൾ എന്താണ്? ആള് താഴേക്കാണ് പോവാം. ഇവിടെ കിട്ടി. ആ താഴേക്ക് പോകുന്നതിന് എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കണം. അതിൻ്റെ പേരാണ് സെൽഫ് ഡിഫെൻസ്.
ആർട്ടിൽ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് കാണുന്നവർക്ക് ഭയങ്കര രസമായിരിക്കും. പക്ഷെ അത് റിയൽ ലൈഫ് സിറ്റുവേഷനുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവണമെന്നില്ല. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ അയാൾക്ക് മാത്രമേ അറിയുള്ളൂ. അതുപോലെ തന്നെയാണ് ആർട്ടും ഡിഫൻസും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്ന് പറയുന്നത്. ആർട്ടിൽ അതെല്ലാം പ്ലാൻ ചെയ്ത് വെച്ച ഒരു നാടകമാണ്, അതങ്ങനെ നടക്കും. പക്ഷേ റിയൽ ലൈഫ് സിറ്റുവേഷനിൽ വന്നതിൻ്റെ ബാക്കി നോക്കിയേ പറ്റൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരടിക്കെതിരെ ഒരടി കൊടുക്കുന്നതാണ് കുറച്ചുകൂടെ നല്ലത്. അതായത് അറ്റാക്ക് ഉണ്ടാകുമെന്ന് കരുതിയാൽ ആദ്യത്തെ അറ്റാക്ക്, ഫസ്റ്റ് അറ്റാക്ക് നമ്മുടെ ആയിരിക്കുന്നതാണ് ഏറ്റവും സേഫ്റ്റി എന്ന് പറയുന്നത്. ക്ലിയർ? അതുപോലെ ഇതിന് 3-4 തലങ്ങളുണ്ട്. ഒന്ന് ഗ്രൗണ്ട് ലെവൽ എന്ന് പറയും. ഗ്രൗണ്ട് ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിലത്ത് വീണു പോയാൽ, നമ്മളെ ഒന്ന് തട്ടിയിട്ട് കഴിഞ്ഞാൽ, യാദൃശ്ചികമായി വീണാൽ എന്ത് ചെയ്യണം, മലർന്ന് കിടന്നാൽ എന്ത് ചെയ്യണം, കമന്ന് കിടന്നാൽ എന്ത് ചെയ്യണം, ചെരിഞ്ഞ് കിടന്നാൽ എന്ത് ചെയ്യണം എന്ന് വ്യക്തമായിട്ട് അറിയാതിരിക്കണം. അതുപോലെ അവിടെ വരുന്ന പൂട്ടുകൾ, അതുപോലെ തന്നെയുള്ള വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള കുറച്ചേറെ കാര്യങ്ങളുണ്ട്. അവിടെ നിന്ന് എങ്ങനെ എഴുന്നേൽക്കണം, അപ്പോൾ ഏതൊക്കെ പോയിന്റുകളാണ്, ഇപ്പോൾ കിഡ്നി എവിടെ ഇരിക്കുന്നത്, ലിവർ, ഹാർട്ട് എവിടെയാണെന്ന് നമുക്ക് അറിയാതിരിക്കണം. അവിടെയൊക്കെ ഒരു ചവിട്ട് വന്നാൽ പിന്നെ വായിൽ നിന്ന് ബ്ലഡ് വരാനുള്ള ചാൻസ് ഉണ്ട്, യൂറിൻ പോകാനുള്ള ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യണമെന്നൊക്കെ നമുക്ക് അതിനകത്ത് പറയാം. അതാണ് ഗ്രൗണ്ട് ലെവൽ എന്ന് പറയുന്നത്. പിന്നെ ഒരു ഇന്റർമീഡിയറ്റ് ലെവലുണ്ട്. ഇന്റർമീഡിയറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുന്നേറ്റ് വരുന്ന ആ ഭാഗമാണ്. കമന്നോ മലന്നോ കിടക്കുന്ന ആൾ എഴുന്നേറ്റ് വരുമ്പോൾ മുഖത്തൊക്കെ കിക്ക് കിട്ടാനൊക്കെ ചാൻസ് ഉണ്ട്. അതുപോലെ താഴേക്കുള്ള പഞ്ചുകൾ വരാൻ ചാൻസ് ഉണ്ട്. അവിടെ എന്ത് ചെയ്യണമെന്ന് നമുക്ക് വ്യക്തമായി അറിയാതിരിക്കണം. അത് കഴിഞ്ഞ് നമ്മൾ കോമൺ ആയിട്ടുള്ളൊരു നില, അതായത് നമ്മൾ സാധാരണ നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന, അതാണ് നമ്മളിപ്പോൾ കാണിച്ചത്, അറ്റാക്കുകൾ വരുന്ന രീതി. ഇനി വേറൊരവസ്ഥയുണ്ട്. അത് നമുക്ക് ഹയർ ലെവൽ കിക്കുകളോ ഹയർ ലെവലായിട്ടുള്ള ഒന്നും തന്നെ യഥാർത്ഥ ഡിഫൻസിലില്ല. കാരണം നമ്മൾ ഉയർന്നു കഴിഞ്ഞാൽ നമ്മുടെ നിയന്ത്രണം നഷ്ടമാവും. താഴെ വരുന്നവരെ നമ്മൾ നോക്കി നിന്നൊന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആളെ കളയാൻ പറ്റും. അത് പൊങ്ങുന്നത് എപ്പോഴും അപകടമാണ്. ഡൈവിങ് നടക്കില്ല. കാരണം നമ്മൾ ഡൈവ് ചെയ്യുന്ന ആളുടെ മുന്നിലേക്ക് വെറുതെ ഇങ്ങനെ മുന്നോട്ട് ആഞ്ഞു കഴിഞ്ഞാൽ തന്നെ ആളുടെ അവിടെ സ്റ്റക്കാവും. നമുക്ക് പലതും ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഡിഫൻസിൽ ഇങ്ങനെയുള്ള ജമ്പിങ് മറ്റുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അത് വളരെ വ്യത്യാസമാകുന്നതാണ് മാർഷൽ ആർട്ടും ഡിഫൻസും തമ്മിലുള്ള ഒരു രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വയ്ക്കുക. ഇത് ഈ പറഞ്ഞ ഏറ്റവും ഗ്രൗണ്ട് ലെവല്, ഇന്റർമീഡിയറ്റ് ലെവല്, സാധാരണ കോമൺ ലെവല്, ഇത്രയും നമ്മൾ പഠിച്ചു വെക്കണം. ഇനി ഇതല്ലാതെ ഒരു സിസ്റ്റം ഉണ്ട്, അണ്ടർഗ്രൗണ്ട് സിസ്റ്റം എന്ന് പറയും. അണ്ടർഗ്രൗണ്ട് സിസ്റ്റം ഒരുമാതിരി ആൾക്കാർക്ക് അറിയില്ലാത്ത കാര്യമാണ്. അത് കുറച്ചുകൂടി സൈക്കോളജിക്കലായിട്ടുള്ള അപ്രോച്ചുകളാണ്. ഒരു എതിരാളി എങ്ങനെ എപ്പോൾ അറ്റാക്ക് ചെയ്യും, അയാളുടെ രീതികൾ എങ്ങനെ ആയിരിക്കും എന്നൊക്കെ അയാളുടെ നിപ്പിൽ നിന്ന്, നോട്ടത്തിൽ നിന്ന്, സംസാരത്തിൽ നിന്ന് വരെ നമുക്ക് എടുക്കാൻ പറ്റും. അതാണ് അണ്ടർഗ്രൗണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനകത്ത് ആഴത്തിലുള്ള പഠനം ആവശ്യമാണ്. കുറച്ചേറെ കാലത്തെ സ്റ്റഡീസും ഒരു നല്ല മാസ്റ്ററുടെ കീഴിലുള്ള പരിശീലനമൊക്കെ വന്നാൽ മാത്രമേ അണ്ടർഗ്രൗണ്ട് സിസ്റ്റം നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഡിഫൻസ് എന്ന് പറയുന്നത് ഇത്രയും ഉണ്ട് ഏകദേശം. ഇനി ഇതിനകത്തേക്ക് ആഴത്തിൽ പലതുമുണ്ട്. നമുക്ക് മെല്ലെ ചർച്ചകളിലൂടെ നമുക്ക് സഞ്ചരിക്കാം, അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കാം, കണ്ടറിയാം, മനസ്സിലാക്കി അറിയാം, എല്ലാം ചെയ്യാം. എന്തായാലും ഇത് കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇത് അനുസരിച്ചാണോ നിങ്ങളുടെ മാർഷൽ ആർട്ടിൻ്റെ ക്ലാസ്സുകൾ പോകുന്നത് എന്ന് നിങ്ങളൊന്ന് സ്വയം ചിന്തിക്കുക. തിരുത്തുക. തിരുത്തപ്പെടുന്നത് കൊണ്ട് തെറ്റില്ല, ഗുണമേ ഉണ്ടാവൂ ഭാവിയിൽ. അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.